കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 19-ാം അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ദൈവരാജ്യത്തെ സംബന്ധിക്കുന്നതും നമ്മുടെ കുടുംബജീവിതങ്ങളെ സംബന്ധിക്കുന്നതുമായ രണ്ട് പ്രധാനപ്പെട്ട ടീച്ചിങ്സാണ് ഈ അധ്യായത്തിലുള്ളത്. കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ ഏറ്റവും വ്യവസ്ഥാപിതമായി കൊടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മത്തായിയുടെ സുവിശേഷത്തിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ആ ദൈവരാജ്യത്തിൻ്റെ പഠിപ്പിക്കൽ എങ്ങനെ സഭയുടെ പഠിപ്പിക്കലുകളായിട്ട് മാറുന്നു, ഒന്നിച്ച് ചേർന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും കർത്താവ് സംസാരിച്ച് തുടങ്ങുന്നത് 16-ാം അധ്യായത്തിലാണ്. നമ്മൾ ഇന്നലെ കണ്ടു. അത് സഭയെക്കുറിച്ചുള്ളൊരു വെളിപ്പാടിന് ശേഷമാണ് അത് സംസാരിച്ച് തുടങ്ങുന്നത്. അതുവരെയും ദൈവരാജ്യം എങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, പുതിയ ആത്മീയത എന്താണ്, നേച്ചർ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. വേണമെങ്കിൽ നമുക്കതിനെ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ യേശുക്രിസ്തു ദൈവപുത്രനായ മെശിഹ എന്നുള്ള കൺഫെഷന് ശേഷമാണ് കർത്താവ് സഭയുടെ ഒരു സ്ഥാപനത്തിലേക്ക് കർത്താവ് നീങ്ങുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അങ്ങോട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ടതും രക്ഷയുമായി ബന്ധപ്പെട്ടതുമാണ്. പ്രകടമായിട്ടത് വെളിപ്പെടുത്തപ്പെടുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ മരണം വരെയും നിഴലുകളാണ്. എങ്കിൽ പോലും ആ ദൈവരാജ്യത്തിൻ്റെ ആക്ഷരികമായ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ നേരിടുന്ന ഓരോ സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ നീതി എങ്ങനെയാണ് വെളിപ്പെട്ട് വരുന്നതെന്നാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് 10-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞ് വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു. യോർദാനക്കരെ യഹൂദദേശത്തിൻ്റെ അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവനവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. അപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ എപ്പോഴും ജനങ്ങൾ ചെല്ലുന്നുണ്ട്. അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സൗഖ്യമാണ്. കർത്താവ് അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നത് ഭാര്യ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. അതായത് അന്നത്തെ കാലത്ത് ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് എനിക്ക് നിന്നെ ഇനി വേണ്ട, നീ എൻ്റെ കൂടെ ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞൊരു പത്രം കൊടുത്തിട്ട് അവർ ഉപേക്ഷിക്കുവാനുള്ള പെർമിഷൻ അവർക്കുണ്ടായിരുന്നു. ഇന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ തലാഖ് എന്ന് പറയുന്ന വ്യവസ്ഥ, തലാഖ് 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിവാഹമോചിതയാകുന്നു. ആ കുട്ടി, ആ സ്ത്രീ മടങ്ങിപ്പോകേണ്ടി വരുന്നു. ഇതാണ് സാഹചര്യം. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അത് മുസ്ലിങ്ങൾ ആ സമയത്തില്ല, യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് മോശ പറഞ്ഞ ഒരു പത്രം കൊടുക്കുകയാണ്, വിവാഹമോചന പത്രം കൊടുത്ത് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അതായത് ഡൈവോഴ്സ്ഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്ത്രീയെ ആരെങ്കിലും കാണുകയോ സംസാരിക്കുകയാണെങ്കിൽ ഷീസ് എ ഡൈവോഴ്സ്ഡ് വുമൺ എന്നുള്ളത് അതിൻ്റെ രേഖ അവരുടെ കയ്യിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, ഉപേക്ഷണപത്രം കൊടുത്തിട്ട് ഉപേക്ഷിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും നമുക്കറിയാം ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്ന് കുടുംബ പ്രശ്നമാണ്. കുടുംബ പ്രശ്നം എന്ന് പറയുന്നത് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം രണ്ട് തരത്തിലുള്ള വ്യക്തികളാണ് ഒരു കുടുംബത്തിൽ ഒന്നിച്ച് വരുന്നത്. അപ്പോൾ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്ന് പറയുന്ന താൽക്കാലികമായ എത്ര വെടിനിർത്തലുണ്ടായാലും ഈ രണ്ട് വ്യക്തികളായി നിലനിൽക്കുന്ന സാഹചര്യത്തോളം ഇത് ഒരു കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതുമാത്രമല്ല, ഈ ക്രിസ്തീയ വിവാഹങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ലോകത്തിലെ കോംപ്രമൈസ് ഫോർമുലയുമായിട്ട് വർക്ക് ചെയ്യുകയില്ല എന്നുള്ളതാണ്. ലോകത്തിലെ കോംപ്രമൈസ് ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കുന്നൊന്നല്ല ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരാളോട് കരുണ കാണിക്കുന്നൊരു ഇഷ്യൂ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടൊരു കൽപ്പന അനുസരിക്കുന്നൊരു കാര്യമാണെങ്കിൽ, അത് എൻ്റെ സ്പൗസിന് അല്ലെങ്കിൽ ഇയാൾക്ക് അല്ലെങ്കിൽ മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, എനിക്കിഷ്ടപ്പെടുന്നില്ല എങ്കിൽ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനത്
എൻഫോഴ്സ് ചെയ്യുന്നു. അപ്പം അതിനൊരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല. കാരണം എന്നാൽ പിന്നെ വേണ്ട, അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് റാഡിക്കലാണ്. അത് ദൈവത്തെ അല്ലാതെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. അപ്പം ഏറ്റവും കൂടുതൽ അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ വിശ്വാസികളായ രണ്ടുപേർ ഒന്നിച്ച് താമസിക്കുമ്പോൾ തന്നെ ഈ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോംപ്രമൈസ് ചെയ്ത്, അതായത് രണ്ടും കൂടെ ചേർന്നൊരു മിഡിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു മിഡിൽ ഗ്രൗണ്ട് ഈ ദൈവരാജ്യത്തിലില്ല. ദൈവം രാജാവായിരിക്കുമ്പോൾ ദർ ഇസ് നോ മിഡിൽ ഗ്രൗണ്ട്. ദൈവം രാജാവായിരിക്കുമ്പോൾ ഒറ്റ ഗ്രൗണ്ടേ ഉള്ളൂ, അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്, ഹിതം. ദൈവത്തിൻ്റെ ഹിതത്തിന് സബ്മിറ്റഡ് ആകുമ്പോഴാണ് ശരിക്കും ഒരു കുടുംബം ഉണ്ടാകുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ തീർച്ചയായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാത്രമല്ല, മക്കൾ തമ്മിലും മാതാപിതാക്കൾ തമ്മിലും, അതുപോലെ മാതാപിതാക്കളും മക്കളും തമ്മിലും ഒക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. കാരണം പ്രത്യേകിച്ചും കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുന്ന ഒരു ഡിസിഷനിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ചുറ്റുമുള്ള നല്ല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാം. ഈവൻ ബിലീവേഴ്സ് ആണെങ്കിൽ പോലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്ത് കരിയർ പിന്തുടരണം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു നീ എൻ്റെ വേല ചെയ്യണം, പക്ഷെ അത് വീട്ടിൽ അക്സെപ്റ്റബിൾ ആയിരിക്കണമെന്നില്ല, പേരൻസിന് അക്സെപ്റ്റബിൾ ആയിരിക്കണമെന്നില്ല, സ്പൗസിന് അക്സെപ്റ്റബിൾ ആയിരിക്കണമെന്നില്ല. അതുപോലെ വേറൊരു പ്രശ്നമാണ് വിവാഹം. ആരെ വിവാഹം കഴിക്കണം എന്നുള്ളതിൽ. ആരെ വിവാഹം കഴിക്കണം എന്നുള്ളതിൽ ഇന്ന് നാട്ടുനടപ്പെന്ന് പറയുന്ന പേരൻസ് കണ്ടുപിടിക്കുന്ന ആളെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. ബട്ട് അത് തികച്ചും അന്യായമായൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ കണ്ടെത്താം, ആരെ വിവാഹം കഴിക്കണമെന്ന് കണ്ടെത്താം എന്നുള്ളത് നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഹൗ ടു ഫൈൻഡ് നോ ദ വിൽ ഓഫ് ഗോഡ്. സ്വന്തം ജഡത്തിലെടുത്തിയാടി ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാൻ പോകാതെയും, മാതാപിതാക്കളുടെ കാൽക്കുലേഷൻസ് വെച്ച് കല്യാണം കഴിക്കാൻ പോകാതെയും, ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് എങ്ങനെ ഒരു വിവാഹം കഴിക്കാമെന്നുള്ളത് ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് ലഭിക്കുന്ന എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമായിരിക്കണം ഹൗ ടു ഫൈൻഡ് എ സ്പൗസ് എന്നുള്ളത്. എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്താം എന്നുള്ള വിഷയം. ഇന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് മാതാപിതാക്കൾ അന്വേഷിച്ച് കണ്ടെത്തി നടത്തുന്ന വിവാഹങ്ങളാണ് ശരിക്കും ദൈവം അംഗീകരിക്കുന്ന വിവാഹങ്ങളെന്നും. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് ഇൻ ദ ബൈബിൾ. അങ്ങനെ ബൈബിളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ട്രഡീഷൻ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും വിശ്വാസികൾ തമ്മിൽ പോലും കല്യാണം കഴിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ഒബ്ജക്റ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ഞങ്ങളൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് അവിടെ മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല. കാരണം അവർ വിചാരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല കുട്ടി വന്നിരിക്കുന്നത്, അവർ സമ്മതിക്കുന്നില്ല. അപ്പം ആ അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കല്യാണം കഴിക്കുന്നുള്ള മാതാപിതാക്കളുടെ വാശിക്ക് മക്കൾ കീഴടങ്ങുന്നതാണോ ദൈവഹിതം? ഇങ്ങനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഇതിനകത്തുണ്ട്. സാധാരണഗതിയിൽ മാതാപിതാക്കൾ വാശി പിടിക്കാനുള്ള കാരണം അവരുടെ റേഷ്യൽ പ്യൂരിറ്റി, അവരുടെ ജാതിയുടെ പ്യൂരിറ്റി. അത് ക്രിസ്ത്യാനിറ്റിയിൽ വന്നു കഴിഞ്ഞാലും ഇതുണ്ട്, അത് മാറുന്നില്ല, പോകുന്നില്ല, എത്ര തൂത്തിട്ടും പോകുന്നില്ല ഈ ജാതി ബോധം. അത് ഇന്നത് വർദ്ധിച്ചു വരികയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാലത്ത് ഇത് വളരെ കുറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ജാതി ചിന്തകളൊക്കെ പോകുമായിരിക്കും. പക്ഷേ ഈ അന്ത്യകാലമായപ്പോഴേക്കും വീണ്ടും ഈ ജാതി ചിന്തകൾ വളരെ സ്ട്രോങ് ആവുകയും ക്രിസ്ത്യൻ കുട്ടികൾ തന്നെ ജാതി കോൺഷ്യസ് ആവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ജാതി എന്ന ഈവിൽ ശരിക്കും അത് ഹിന്ദു മതത്തിനകത്തുള്ളൊരു ഈവിലായിരുന്നു. ആ ഈവിലിനെ തട്ടിക്കളയാൻ, ഇല്ലാതാക്കാൻ അവിടുത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഈ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ, ജാതി വിവേചനം അവസാനിപ്പിക്കാൻ, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ കൊടുക്കാൻ. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു കാലത്ത് മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് പോലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വിവാഹത്തിൽ പങ്കെടുത്തപ്പോഴും അവിടെ പാസ്റ്റർമാർ കൺഗ്രാജുലേറ്റ് ചെയ്ത പിള്ളേരെ, നിങ്ങൾ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരുന്നു വിവാഹം കഴിച്ചതിനായിട്ട്, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ 2 കല്യാണവും നോക്കിക്കഴിയുമ്പം അത് ഒരേപോലെ ആൾക്കാർ തമ്മിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. 2 ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലാണ് വിവാഹങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം അങ്ങനെയുള്ള കാൽക്കുലേഷനാണ് പേരൻ്റലി ഓർഗനൈസ്ഡ് കല്യാണങ്ങളിൽ നടക്കുന്നത്. എന്നാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതും അതിനകത്തും ഭയങ്കര പ്രശ്നങ്ങളാണ്. വലിയൊരു പങ്ക് കല്യാണങ്ങളും വിവാഹങ്ങളും പിന്നീട് വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചേരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരാകുന്ന സമയത്ത്, അവർ വിവാഹം ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഹോർമോണുകളുടെ പ്രവർത്തനവും ഈ പുതിയ ആളെ കണ്ടെത്തിയതിലുള്ള എക്സൈറ്റ്മെൻറ്റും ഇങ്ങനെ ഇതെല്ലാം ചേർത്തിട്ട് ഇവർ തമ്മിലുള്ള കുറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിക്കില്ല. എപ്പോഴും നല്ലത് മാത്രമേ ഓർമ്മയിൽ സൂക്ഷിക്കുകയുള്ളൂ. എല്ലാ പേഴ്സണാലിറ്റീസിനും പ്രത്യേകതകളുണ്ട്, എല്ലാവർക്കും അവരുടേതായ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ വിവാഹം കഴിച്ച് കഴിയുമ്പോഴാണ് ചിന്തിക്കുന്നത്, അയ്യോ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. വളരെ പെട്ടെന്നാണ് ഈ പ്രണയവിവാഹങ്ങൾ പൊളിഞ്ഞു പോകുന്നത് ഇന്ത്യയിൽ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. ഒരു വേദന ഉണ്ടെങ്കിൽ ചെന്ന് കുടുംബങ്ങളോട് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പ്രതീക്ഷകൾക്ക് ഒത്ത ആ ഒരാളായിരിക്കില്ല വിവാഹം കഴിച്ച് ജീവിതത്തിൻ്റെ റിയാലിറ്റിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഭയപ്പെട്ടു പോകുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ കെയർ ചെയ്യാത്ത ഒരാളായിരിക്കും.
അതൊക്കെ പിന്നീട് പതുക്കെ ഒരാൾക്ക് മനസ്സിലാവുകയുള്ളൂ. എത്ര അപകടമാണ് അങ്ങനെ പോയി എടുത്തിയാടി വിവാഹം കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. എത്ര അപകടകരമാണ്, ലോകപരമാണ് ഈ ജാതി നോക്കിയും പ്രണയം നോക്കിയും ഇവൻ ജോലി നോക്കിയും സൗന്ദര്യം നോക്കിയും വിവാഹം കഴിക്കുന്നത് അപകടകരമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊന്നും ദൈവം കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു ഭംഗി ഉള്ള കാര്യങ്ങളല്ല. ഇതിനകത്തെല്ലാം മനുഷ്യരുടെ ബലഹീനതകളുണ്ട്. നിങ്ങൾക്കൊരാൾ ഇഷ്ടമായി ഉടനെ പോയി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വലിയ അപകടകരമാണ്. കാരണം ആ പ്രായത്തിൽ ഇഷ്ടങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ബട്ട് അത് ദൈവത്തിൻ്റെ ഹിതമാകണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത വിവാഹങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഭയങ്കരമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളിലേക്ക് എത്തിക്കും. നമ്മൾ മനസ്സിലാക്കും എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ആദാമിൻ്റെ സന്തതിയാണ്. പിന്നെ ഇയാളെ കണ്ടപ്പോൾ ഇയാളോടൊരു ഇഷ്ടം തോന്നി കല്യാണം കഴിച്ചു. അയാളെ കണ്ടില്ലായിരുന്നു ആ സമയത്തെങ്കിൽ അയാളോടൊന്നും തോന്നില്ലായിരുന്നു, വേറെ ആളെ കണ്ട് ഇഷ്ടം തോന്നിയാൽ അയാളെ കല്യാണം കഴിച്ചതിന്. ഇങ്ങനെയുള്ളൂ ഇത്. ദിസ് ഈസ് എ ബയോളജിക്കൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുമ്പോൾ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. അങ്ങനെ ഒരു വിവാഹമാണ് നമ്മളെപ്പോഴും ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ നമ്മൾ മുമ്പിൽ കാണേണ്ടത്. ഗോഡ് ഡിസൈഡ്സ്. അവിടെ ഗോഡ്ലി ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനങ്ങളോട് എഗ്രി ചെയ്യുന്നു. ദൈവത്തിൻ്റെ തീരുമാനമാണെങ്കിൽ ആ പിള്ളേരും അതിനോട് എഗ്രി ചെയ്യും. അതിലൊരു ധൈര്യമുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തീരുമാനമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് ഈ പെണ്ണിന് ചെറുക്കിന് മാത്രം തോന്നിയാൽ പോരാ. അവർ സഭയിലെ ശുശ്രൂഷകരോട് സംസാരിക്കണം, എൽഡേഴ്സിനോട് സംസാരിക്കണം. ഇഫ് ദേ ഓൾസോ ഫീൽ ദാറ്റ് ഇറ്റ്സ് ദ വിൽ ഓഫ് ഗോഡ്, ആ വിൽ ഓഫ് ഗോഡ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയോ മറ്റൊരാളുടെ ഇതെൻ്റെ പാഷനാണോ, പാഷനപ്പുറത്ത് ഒരു ദൈവത്തിൻ്റെ ഗൈഡൻസ് അതിനകത്തുണ്ടോ എന്ന് കണ്ടെത്താൻ ദേ ഹാവ് ടു സിറ്റ് വിത്ത് എൽഡേഴ്സ് ഓർ മെൻറ്റേഴ്സ്. അപ്പോൾ അവരൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ദൈവം ഒരു ക്ലാരിറ്റി അവർക്ക് കൊടുക്കും. പക്ഷേ ഇന്നത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ന് മെൻറ്റേഴ്സ് ഇല്ല. ഇന്ന് അങ്ങനെയുള്ളൊരു സ്പിരിച്വൽ ഗാർഡിയൻഷിപ്പ് പാസ്റ്റേഴ്സ് എക്സസൈസ് ചെയ്യുന്നില്ല. 3 വർഷം അവരൊരു ചർച്ചയിലിരിക്കുന്നു, പോകുന്നു. അപ്പോൾ ഇതിനിടയിൽ കുട്ടികളുമായിട്ടൊന്നും ഒരു ആത്മബന്ധമില്ല. ഇപ്പോൾ അവർക്ക് ചെന്ന് കാര്യങ്ങൾ പറയാൻ പറ്റിയ ഒരാളില്ല. ഇന്നിപ്പോൾ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം അയാളായിരിക്കില്ല പാസ്റ്റർ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ്റർ റിലേഷൻഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ചൊരു ഫൈനൽ വില്ല്, ദൈവത്തിൻ്റെ വില്ല് എന്താണെന്നൊന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനോ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഇന്നില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് വിവാഹത്തിന് ഒരുങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം എന്ന് കർത്താവ് പറയുന്നു എന്നുള്ളത് നമ്മൾ എടുക്കുന്നത് കൊണ്ട്. ക്രിസ്തുവിൻ്റെ ഹിതം എന്ത്, ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. കാരണം അത് ഏറ്റവും മനോഹരമായിരിക്കും. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ എത്ര മനോഹരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെപ്പോഴും സുഖകരമാകണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വി സീക്ക് ദ വിൽ ഓഫ് ഗോഡ്, നോട്ട് ദ വിൽ ഓഫ് ദ പേരൻസ്, നോട്ട് അവർ ഓൺ വിൽ. പല ആൾക്കാരും ഇത് കേൾക്കുമ്പം വിചാരിക്കുക അപ്പനന്മാർ തീരുമാനിക്കേണ്ട, ഞാൻ തീരുമാനിച്ചോളാം. നോ 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 നോ, വി ഹാവ് ടു ലീവ് ദാറ്റ് പ്ലേസ് ടു ഗോഡ്. ദൈവത്തിന് ആ സ്ഥലം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഈ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിക്കുമ്പോൾ, അതായത് ബുദ്ധിയുള്ളവർ ചേർന്ന് കല്യാണം ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ? അതിനൊരു ഗുണമുണ്ട്. അത് ലോകപരമാണ്, ദൈവികമല്ല. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഒരേപോലുള്ള രണ്ടുപേർ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്നിച്ചു പോകാൻ പറ്റും. കുടുംബങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാകും. ഒരു റേഷ്യലി പ്യുവറായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ മക്കളുണ്ടാവും, ബുദ്ധിയുള്ള മക്കളുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവരുടെ ചിന്തകൾ അനുസരിച്ച് ഈ ലോകത്തെ രാജ്യമായി നല്ലതുപോലെ നിലനിന്ന് സെക്യൂറായി എൻ്റെ പിള്ളേർ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഇവർ കല്യാണം ആലോചനയായിട്ട് വരുന്നത്. അത് ദൈവത്തിനുള്ള വിശ്വാസമല്ല, അത് ജഡീകമായ മക്കളോടുള്ള ജഡീകമായ സ്നേഹമാണ്. ഈ സ്നേഹത്തിന് ദൈവരാജ്യത്തിൽ യാതൊരു വിലയുമില്ല. അപ്പോൾ മാതാപിതാക്കളുടെ ഈ കല്യാണാലോചന മിക്കതും, എല്ലാവരും അല്ല, മിക്ക ആൾക്കാരും സെറ്റിൽമെൻറ്റ്, സെയിം കാസ്റ്റ്, സെയിം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സെയിം എഡ്യൂക്കേഷൻ. അല്ല ഇയാളെ കെട്ടിയാൽ എൻ്റെ മകൾ രക്ഷപ്പെട്ടു പോകണം, അല്ല ഇവളെ കെട്ടിയാൽ എൻ്റെ മകൻ രക്ഷപ്പെട്ടു പോകണം, വല്ല കാനഡയിലോ അവിടെയൊക്കെ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കൺസിഡറേഷൻസാണ്. കഴിഞ്ഞ ദിവസം ഒരു മിഷണറി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ കാലത്ത് വിവാഹങ്ങൾ നടക്കുന്നത് ഒരു കുടുംബം ഉണ്ടാകണം, സ്നേഹമായി താമസിക്കണം, ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തണം, അങ്ങനെയൊന്നുള്ള ആഗ്രഹത്തിലല്ല. പ്യുവർലി മോണിറ്ററി സെറ്റിൽമെൻറ്റ് കൺസേൺസ് കൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്. ഇൻ്റലിജൻറ്റ് മാരേജസ് എന്ന് വിളിക്കും. ഇൻ്റലിജൻറ്റ് മാരേജസ്, ബുദ്ധിയോടെയുള്ള വിവാഹങ്ങളാണ്. അപ്പോൾ കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഇത് ഭയങ്കര പാടാണ്, എനിക്കിതിനുള്ള കപ്പാസിറ്റി ഇല്ല, ഈ കല്യാണത്തിന് ഇയാളുടെ കൂടെ ജീവിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ദൈവഹിതം ആണോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പം ഉപേക്ഷിച്ച് പോയാലോ എന്നുള്ള ചിന്തയുണ്ടാവും. എന്തുമാത്രം ഡൈവോഴ്സുകളാണ് ഇന്ന് ഈ പെന്തക്കോസ്റ്റിൽ നടക്കുന്നറിയാമോ? ദൈവത്തിൻ്റെ ഹിതമായിരുന്നു വിവാഹമെങ്കിൽ ഒരിക്കലും ഡൈവോഴ്സ് നടക്കില്ല. കാരണം ഡൈവോഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലില്ലാത്തൊരു കാര്യമാണ്. തന്നെയല്ല, ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. ഇഫ് യു ഹാഡ് സോട്ട് ദ വിൽ ഓഫ് ഗോഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ, ഡിസ്പാഷനേറ്റ്ലി, അതായത് ഒരു വികാരം ഉൾപ്പെടുത്താതെ
എന്താ പറയുന്നത്, മാതാപിതാക്കളുടെ നിർബന്ധമോ അല്ലെങ്കിൽ ഇവിടെ കൺസിഡറേഷൻസ് ഒന്നും നോക്കാതെ കർത്താവെ നീ കാണിച്ചു തരുന്ന ആൾ എന്ന് ധൈര്യമായി മുമ്പോട്ട് പോയിരുന്നു എങ്കിൽ ഒരിക്കലും ഈ ഡൈവോഴ്സ് എന്നുള്ളൊരു വിഷയം ഉണ്ടാവില്ലായിരുന്നു. ഡൈവോഴ്സ് ഉണ്ടാകുന്നത് നമ്മൾ ഒരുപക്ഷെ അതേ ആളെയായിരിക്കും കല്യാണം കഴിക്കുന്നത്, പക്ഷേ ഡൈവോഴ്സ് ആവുകയില്ലായിരുന്നു. കാരണം വി ആർ സീക്കിംഗ് ഗോഡ്സ് വിൽ പ്രൈമറിലി ആൻഡ് വി ആർ ഇൻ ഹിം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈവോഴ്സിനുള്ളൊരു സാധ്യതയില്ല. എന്നാൽ നമ്മൾ നമ്മുടെ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. രണ്ടും കൂടെയുള്ള കൂട്ടിയിടിയാണ് എല്ലാ ഭവനങ്ങളിലും സംഭവിക്കുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ഒരു ഭയമുണ്ട് ഈ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കണം. അങ്ങനെയാണല്ലോ, ദൈവത്തിന് വിവാഹമോചനം ഇഷ്ടമില്ലാത്തതുകൊണ്ട് വൺസ് മാരീഡ് ദേ സ്റ്റേ മാരീഡ് ഫോർ എവർ. അപ്പോൾ പരീക്ഷന്മാർ അവൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യൻ സമൂഹം അല്ലെങ്കിൽ ലോകത്തിലെല്ലായിടത്തും ഒരു പാട്രിയാർക്കൽ വ്യവസ്ഥയാണുള്ളത്. ഈ പാട്രിയാർക്കൽ വ്യവസ്ഥയുടെ പ്രത്യേകത, ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ വരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ദാറ്റ് മച്ച് ഈസ് ഓക്കെ. പക്ഷെ വരൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇയാളുടെ ഭാര്യ എന്നുള്ളത് മാത്രമല്ല, ആ വീട്ടിലെ എല്ലാ പണിയും ചെയ്യേണ്ട, ആ വീടിനെ ശുശ്രൂഷിക്കേണ്ട ഒരു ദാസിയെപ്പോലെയും കൂടെയാണ് പല വീടുകളിലും നമ്മൾ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ ഒരിടത്തും പറയുന്നില്ല വിവാഹം കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പോയി ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ഭർത്താവിൻ്റെ അപ്പനെയമ്മയും നോക്കി സഹോദരങ്ങളെയും നോക്കി അവരെ ശുശ്രൂഷിച്ച് അവർക്ക് കുക്ക് ചെയ്ത് കൊടുത്ത് താമസിക്കണം എന്ന് ബൈബിളിലില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാതിരിക്കുക, എൻ്റെ ദൈവം ഇയാളെ പ്രസംഗിക്കാൻ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആൺപിള്ളേരെല്ലാം പെൺപിള്ളേർ പിടിച്ചുകൊണ്ട് പോകുമല്ലോ. വേദപുസ്തകം പറയുന്നത് സ്ത്രീ പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നതാണ്. അപ്പോൾ ഭാര്യമാർ പറയും, അതാണ് എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരണം. അങ്ങനെയുമല്ല, ഭാര്യമാരോട് പറയുന്നത് നിൻ്റെ പിതൃഗ്രഹത്തെ മറക്കാനാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം നടന്നു കഴിയുമ്പോൾ ഒരു പുതിയ കുടുംബമാണ് ഉണ്ടാകുന്നത്. ഒരു പഴയ കുടുംബത്തിന് എക്സ്റ്റൻഷൻ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. ഇറ്റ്സ് എ ന്യൂ ഫാമിലി ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു. അപ്പോൾ ആ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതായത് ഈ ഭർത്താവും ഭാര്യയും അടങ്ങുന്ന ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഭർത്താവിൻ്റെ അപ്പനോ അമ്മയോ അല്ല, അവരുടെ വല്യപ്പനോ വല്യമ്മയോ അവിടെയുള്ള അധികാരികൾ, നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ അധികാര കേന്ദ്രങ്ങൾ, അതൊന്നുമല്ല, അവരാരും അല്ല തീരുമാനിക്കുന്നത്. ഈ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഡസ് നോട്ട് റെസ്റ്റ് വിത്ത് ദ ഫാദർ ഇൻ ലോ, വിത്ത് ദ മദർ ഇൻ ലോ ഓർ ഈവൻ ദാറ്റ് ഫാമിലി. ഡിസിഷൻ മേക്കിംഗ് റെസ്പോൺസിബിലിറ്റി സ്ത്രീ, പുരുഷൻ, ക്രിസ്തു, ആ ഓർഡറിലാണ് ആ ഡിസിഷൻ മേക്കിംഗ് വരുന്നത്. സ്ത്രീയുടെ അഭിപ്രായം, പുരുഷൻ്റെ അഭിപ്രായം, രണ്ടും കൂടെ ചെന്ന് ക്രിസ്തുവിൻ്റെ അഭിപ്രായം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് യൂണിറ്റ്, ഫാമിലി യൂണിറ്റ് കൺസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഓൺലി 2 people. അതായത് ഒരു കുടുംബം, കർത്താവിൻ്റെ മുമ്പിൽ ഒരു കുടുംബം എന്ന് പറയുന്നത് അതിനകത്ത് ആ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. ദേ ആർ വൺ ബോഡി. മക്കൾ തൽക്കാലം ആ കുടുംബത്തിൽ ഉള്ളവരാണ്, പക്ഷേ അവർ വേറെ കുടുംബങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നവരാണ്. അപ്പോൾ അവനും അപ്പനും അമ്മയും വിട്ട് ഭാര്യയോട് നാളെ പറ്റിച്ചേരേണ്ട ഒരാളാണ് ഈ മകനും, അതുപോലെ ഈ മകളും എല്ലാം. സോ ഈച്ച് മാരേജ് ഒരു പ്രത്യേക കുടുംബം, ഓരോ കല്യാണവും ഓരോ പ്രത്യേക കുടുംബങ്ങളെയാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത്, ആ കുടുംബത്തിനകത്ത് അവർക്ക് വലിയൊരു ഫ്രീഡമുണ്ട്, ഒരു വണ്ണസ് ഉണ്ട്. ഇന്ന് ഈ വണ്ണസ് പെൺകുട്ടിയുടെ ഒരു ബാധ്യതയായിട്ടാണ് വരുന്നത്. അതായത് നീ ഇതെല്ലാം വിട്ടിട്ട് എൻ്റെ കുടുംബത്തിൽ വന്ന് ഞാനിരിക്കുന്ന അതേ കസേരയിൽ ഞാനിരിക്കും, നീ ഇവിടെ വന്ന് എൻ്റെ കൂടെ ചേർന്ന് ഒരു ശരീരമാണ്. അങ്ങനെയല്ല ഇത് 2 പേര് ഇറങ്ങി ചെല്ലുന്നതാണ്. കർത്താവ് നമ്മളെ അന്വേഷിച്ച് വരുന്നതും നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് പോകുന്നതും, അതാണ് ആ ഒരു ബ്രൈഡ് ഗ്രൂം റിലേഷൻഷിപ്പ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് ഒരു സ്ത്രീയെ അബ്സോർബ് ചെയ്തെടുത്ത് ആ കുടുംബത്തിൻ്റെ ചിട്ടകളെല്ലാം കൂടെ പഠിപ്പിച്ച് അവരിൽ ഒരാളാക്കി മാറ്റുന്നതല്ല, ഈ ഭർത്താവും ഭാര്യയും കൂടെ ഒന്നിച്ച് ക്രിസ്തു തലയായ ഒരു പുതിയ കുടുംബം, ഒരു പുതിയ നേച്ചർ, അപ്പൻ്റെ അമ്മയുടെ നേച്ചറല്ല, കുടുംബ പാരമ്പര്യമല്ല, എ ന്യൂ നേച്ചർ ഇൻ ക്രൈസ്റ്റ്. അതാണ് ഒരു കുടുംബത്തിൻ്റെ പദ്ധതി, അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും അസ്വസ്ഥതയും വിഷമവും തോന്നുമായിരിക്കും. പ്രത്യേകിച്ച് ഇത്തിരി മരുമകളോട് പോലുള്ള അമ്മായിമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. കാരണം അവരിവിടെ അടിമപ്പണി എടുക്കണമെന്നും ഞാൻ പറയുന്നതെല്ലാം കേൾക്കണമെന്നും വിചാരിക്കുന്ന, റാഗ് ചെയ്യുന്ന അമ്മായിമ്മമാർ ഇഷ്ടം പോലെയുണ്ട്. ഞാനിതെല്ലാം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവ് പറഞ്ഞു വരുന്ന ഈ വിവാഹം എന്ന് പറയുന്നതിൻ്റെ സെക്യൂരിറ്റി, അതിൻ്റെ സാങ്ക്ടിറ്റി, അതെങ്ങനെയാണ് ഒരു ബോഡിയായി മാറുന്ന ഒരു സ്ത്രീയും പുരുഷനും എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണ്, ഒരു തോട്ട് പ്രോസസ്സായി, ഒരു മൈൻഡുള്ള, ശാരീരികമായ ഒന്നായ
ദൈവം സൃഷ്ടിച്ച ആ യൂണിറ്റിൻ്റെ മനോഹരത്വം എന്താണ്, അതിൻ്റെ അധികാരം എന്താണ്, അതെങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ട് ഈ ഭാരം മുഴുവൻ സ്ത്രീകൾ ചുമക്കുകയും ഭർത്താവിൻ്റെ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി, ആ കുടുംബത്തെ നന്നാക്കാൻ വേണ്ടി സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കുടുംബങ്ങളിൽ പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബങ്ങൾ, 2 or 3 പെൺകുട്ടികൾ അവരെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴേക്കും ആ സ്വത്ത് മുഴുവൻ തീരും. ഇവർ പ്രായമായി കഴിയുമ്പോൾ ഇവരെ നോക്കാൻ ആരുമില്ല. കാരണം ഈ പെൺകുട്ടിക്ക് തിരിച്ചു വന്ന് ഇവിടെ നിൽക്കണമെങ്കിൽ, ഒരാഴ്ചയെങ്കിലും നിൽക്കണമെങ്കിൽ, അവിടെ ഭർത്താവ് പെർമിറ്റ് ചെയ്താൽ പോരാ, ഭർത്താവിൻ്റെ അപ്പൻ പെർമിറ്റ് ചെയ്യണം. കാരണം ദിസ് പേഴ്സൺ ഹാസ് ലോസ്റ്റ് ദ ഇൻഡിവിജ്വാലിറ്റി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതെത്ര അന്യായമാണ്. ഇത് വേദപുസ്തകത്തിൽ പറയാത്തൊരു അന്യായമാണിത്. അതുകൊണ്ട് എന്താണ് വഴി? വഴി ഇതാണ്. നിങ്ങളൊരു പുതിയ കുടുംബമാണ് ഉണ്ടാക്കുന്നത്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 പേരൻസ് ഉണ്ടാകണം, 2 സെറ്റ് ഓഫ് പേരൻസ്. ഒരേപോലെ അവരെ കരുതണം. കാരണം പെൺമക്കൾ മാത്രമുള്ളൊരു അപ്പനും അമ്മയാണ്. അവർക്കും പ്രായമാകും, അവർക്കും വാർദ്ധക്യമാകും, അവർക്കും സപ്പോർട്ട് ആവശ്യമാണ് അവരുടെ അടുത്ത്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയി ഞാൻ ഒരു ദിവസം പോലും കിടക്കില്ല, ഞാൻ ഭയങ്കര അഭിമാനിയാണെന്ന് പറയുന്ന മണ്ടന്മാർ ഇഷ്ടംപോലെ നമ്മുടെ ഇടയിലുണ്ട്. ഓക്കെ, ഞാനിത് പറയാൻ കാരണം ഈ ഒരു വാക്യമാണ്. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലോ. ഈ യൂണിറ്റിക്ക് തടസ്സമാകുന്നത് ഇന്നത്തെ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ വ്യവസ്ഥകളാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മിക്കവാറും വിവാഹങ്ങളെല്ലാം നശിപ്പിക്കുന്നത് ബന്ധുക്കളാണ്. ബന്ധുക്കൾ പറഞ്ഞു കൊടുത്തും ഇവർ തമ്മിൽ അകറ്റി അവരെ. ഇപ്പം ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ വന്ന് താമസിക്കുന്നു. അവിടെ ആ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ കുട്ടിയോടൊരു വാശി ഉണ്ടാകുന്നു. മതി, തീർന്നു, ആ കുടുംബം തവിടുപൊടിയാണ്. കാരണം ഇത് വലിയ പാടാണ് ഈ സ്നേഹം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ. അതുകൊണ്ടാണ് ദീസ് പീപ്പിൾ ഷാൽ ബി വൺ. ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കണം. ഈ ഭാര്യയും ഭർത്താവും ഒന്നാണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നടപ്പാവുന്നുള്ളൂ. ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് ഒന്നാണ്, ഓക്കെ. പക്ഷെ ഭാര്യ ഈസ് എ സെർവൻറ്റ് ഹു കുക്സ് ഫോർ ദം. അതുപോലെ തന്നെ അടിച്ചു വാരുന്നു, എല്ലാ പണികളും ചെയ്യുന്നു. ബട്ട് ഷീ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ ഫാമിലി. ഒരു വന്നു കയറിയ ആളാണ്. ഈ രീതിയിലാണ് ഇന്ന് മിക്കവാറും ഇടത്തും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതും എന്ന് പറഞ്ഞാൽ സബ്ജുഗേറ്റ് ചെയ്യപ്പെടുന്നതും അടിമകളാക്കപ്പെടുന്നതും. അതുകൊണ്ട് സഹോദരങ്ങൾ ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാമോ? ഡൈവോഴ്സ് ദൈവം വെറുക്കുന്നുണ്ടെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വായിച്ചാണ്, 100 ഡൈവോഴ്സുകൾ ക്രിസ്ത്യാനികളിൽ നടക്കുമ്പോൾ അതിൽ 65 ഡൈവോഴ്സും നടക്കുന്നത് പെൺകുട്ടി പറഞ്ഞിട്ടാണ്, ആൺകുട്ടി പറഞ്ഞിട്ടല്ല. പണ്ടൊക്കെ ആൺപിള്ളേർ ഉപേക്ഷിച്ച് പോവാണ്, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പെൺപിള്ളേർ മടുത്ത് ഉപേക്ഷിച്ച് പോവാണ്. ഒത്തിരി കുടുംബങ്ങളിൽ ഇതാണ് ഇന്ന് അവസ്ഥ. കാരണം സ്ത്രീകൾ, അത് അവരുടെ കുഴപ്പം കൊണ്ട് തന്നെ ആകാം, അല്ലാതെ ഇവിടുത്തെ കുഴപ്പം കൊണ്ടും ആകാം. ബട്ട് മോസ്റ്റ്ലി വിമൻ ആർ ഡിമാൻഡിങ് ഫ്രീഡം ഫ്രം ദ മാരേജ്. ഒബ്സ്ട്രൂസീവ് അല്ലെങ്കിൽ അതിനെ അടിമകളാക്കുന്ന തരത്തിലുള്ള മാരേജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്ത്രീകൾ തന്നെയാണ് ഇന്ന് മുൻകൈ എടുക്കുന്നത്. ഇന്ന് ഡൈവോഴ്സിൻ്റെ പ്രധാന കാരണം സ്ത്രീകൾ വിവാഹത്തിൽ നിന്ന് ഇമോഷണലി ഡിസാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ്, അല്ലെ അവർ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ്. ഇതൊരു റിയാലിറ്റിയാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്രിയാർക്കൽ സൊസൈറ്റി ഇടുന്ന പ്രഷർ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് തിരിച്ചിങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഒരു സ്ത്രീക്ക് ഏതെങ്കിലും കാരണവശാൽ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുമോ? അന്നത് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. എന്നാൽ ഇന്ന് അത് ചിന്തിക്കാം. നമുക്ക് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം, ഏതെങ്കിലും കാരണത്താൽ ഒരു പുരുഷൻ സ്ത്രീയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ എന്ന ചോദ്യം നമ്മൾ തിരിച്ചു വയ്ക്കുകയാണ്. ഇത് രണ്ടും ചേർത്താണ് മറുപടി പറയാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ? അടുത്ത ഉത്തരം എങ്ങനെയാണ്? കർത്താവ് പറയുകയാണ്, ഇവർ ഒരു ദേഹമാണ്. ഒരു ദേഹമാക്കി മാറ്റിയതാരാണ്? ദൈവമാണ്. ആദമിൻ്റെ ഒരു വാര്യയിൽ തന്നെ എടുത്താണ് ഹവ്വയെ സൃഷ്ടിച്ചത്. അവർ വേറെ ആയിരുന്നുവെങ്കിൽ മണ്ണിൽ നിന്ന് വേറൊരു സെറ്റ് ഓഫ് മണ്ണ് കുഴച്ച് സ്ത്രീ ഉണ്ടാക്കാമായിരുന്നു. ബട്ട് ആദം തന്നെയാണ് ഹവ്വയും. അവർ തമ്മിൽ എസെൻഷ്യലി ദേ ആർ വൺ. ആദമിൻ്റെ ബോൺ തന്നെയാണ് ഹവ്വ. ദാറ്റ് മീൻസ് ഹവ്വ വേറൊരിടത്തു നിന്ന് വന്നതല്ല, ആദമിൽ തന്നെ വന്നതാണ്. അപ്പോൾ അവർ ഒന്നാണ്, ഒരു ശരീരമാണ്. അപ്പോൾ ഓരോ വിവാഹവും ആദവും ഹവ്വയും പിന്നെയും കൂടിച്ചേരുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഒരു ഇല്ലസ്ട്രേഷനാണ്. ഓരോ വിവാഹത്തിൽ സംഭവിക്കുന്നത് ഈ ആദവും ഹവ്വയും പിന്നെ ഒരു ശരീരമായി മാറുന്നുള്ള ആശയമാണ്. ദേ ആർ 2 but 1. ഇതാണ് വിവാഹത്തിൻ്റെ മനോഹരത്വം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യർ വന്ന് ഇവർ തമ്മിൽ തല്ലി പിരിച്ച്, ഇവർ തമ്മിൽ എരികൂട്ടി, ഒരു തരത്തിൽ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കാതെ അവളെ ഈ വീട്ടിൽ കയറ്റി, ഞാൻ കേട്ടതാണ് ഒരു അമ്മായിപ്പൻ ആക്രോശിക്കുന്നത്, അവളെ ഈ വീട്ടിൽ കയറ്റാമെന്ന് വിചാരിക്കേണ്ട. അയാൾ ആരാണ്? അയാൾ ആരുമല്ല. ഹി ഹാസ് നോ ലോക്കൽ സ്റ്റാൻഡ് ഇൻ ദിസ് ഇഷ്യൂ.
കാരണം ഇത് സ്ത്രീയും പുരുഷനും അവരുടെ യജമാനായ ക്രിസ്തുവും തമ്മിലുള്ളൊരു ബിസിനസ്സാണ്. യു ആർ നത്തിങ് ടു ഡു ദെയർ, യു ആർ നോ അതോറിറ്റി. അവരെ പിരിക്കാൻ നോക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവത്തിനെതിരെയുള്ളൊരു മത്സരമായിട്ടത് മാറുകയാണ്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, കർത്താവ് പറയാണ്, മോശെ എന്തുകൊണ്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹൃദയകാഠിന്യം, കല്ലുപോലുള്ള ഹൃദയമായതുകൊണ്ടാണ് മോശെ പറഞ്ഞത്. തല്ലിക്കൊല്ലുന്നതിനേക്കാളും നല്ലത്, അത് തല്ലിക്കൊല്ലും, അതിനേക്കാളും നല്ലത് ഉപേക്ഷിച്ച് വിട്ടേക്ക്, തല്ലിക്കൊല്ലണ്ട, വിട്ടേക്ക്, ഒരു പത്രം കൊടുത്ത് വിട്ടേക്ക് എന്ന് പറയുന്നത് ഹൃദയകാഠിന്യമുള്ള ജനത്തോടാണ്. അപ്പോൾ ഉപേക്ഷണം എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസായിട്ട് മോശ കൊടുത്തതാണ്, ശരിക്കും ഹൃദയകാഠിന്യം. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം എന്താണ് ഇവിടെ പറയാണ്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മൈൻഡ് അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എത്ര വലിയ പ്രതിസന്ധിയോട് നിങ്ങൾ പോകുന്നവരായാലും മോചനം എന്ന് പറഞ്ഞ പരിപാടി ചിന്തിക്കുക പോലും വേണ്ട. കാരണം ദൈവത്തിൻ്റെ മൈൻഡിൽ അങ്ങനെയൊന്നുമില്ല. ഇനി അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം കൂടുതൽ ഇതെങ്ങനെയാണ് പിന്നെ ഈ പൊരുത്തക്കേടുകൾ നടുവിൽ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. അതുകൊണ്ട് ഒരിക്കലും വിവാഹമോചനമെന്ന് പറയുന്ന ഐഡിയ ഇല്ല. നിങ്ങളുടെ വിവാഹം കഴിച്ചപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതം നോക്കി കാണുകയില്ല. നിങ്ങൾ ഇഷ്ടത്തിന് വിവാഹം കഴിച്ച് കാണും. നിങ്ങളുടെ പ്രണയത്തിലോ അല്ലെങ്കിൽ ആളുകളുടെ ഡിസിഷനൊക്കെ വെച്ച്, കൺവീനിയൻസ് ഒക്കെ വെച്ച്, ജോലി കിട്ടുന്ന സാധ്യതകൾ വെച്ച്, സെറ്റിൽമെൻ്റ് ആകാനുള്ള സാധ്യതകളൊക്കെ വെച്ച്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നുള്ളതിനപ്പുറത്തുള്ള കൺസിഡറേഷൻസിൻ്റെ പേരിൽ കല്യാണം കഴിച്ച് കാണാം. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് തന്നെയായിട്ടാണ് ദൈവം പരിഗണിക്കുന്നത്. ഡൈവോഴ്സ് ദൈവം വെറുക്കുന്നു. പിന്നെ എങ്ങനെ നമ്മൾ ഈ ഡൈവോഴ്സ് ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം. നമ്മുടെ അതിൻ്റെ ഉത്തരം അടുത്ത ദിവസം കണ്ടെത്താൻ ശ്രമിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന കുടുംബം എന്ന ആ മനോഹരമായ ഇമ്പത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ അത് അങ്ങ് തന്നെ സ്ഥാപിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കർത്താവ്. ഇന്ന് ഞങ്ങൾ ചുറ്റും നോക്കുമ്പോൾ ഈ കുടുംബത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ വളരെ ശക്തമാണ് കർത്താവ്. ഞങ്ങളതിൽ പെട്ടുപോകാതിരിക്കാൻ അങ്ങ് എങ്ങനെ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ദൈവമേ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കുടുംബമായി ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കുടുംബമായിട്ടില്ലാത്തവർ അതിനായി ഒരുങ്ങുവാൻ കർത്താവെ, അത് ശരിക്കും ഒരു ബിബ്ലിക്കൽ ഫാമിലിക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവരെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.